ഒരു മിനിറ്റ് പ്രസംഗിക്കാൻ നിയമസഭയിൽ സാധിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്. സ്പീക്കർ വാച്ച് നോക്കി നിൽക്കും 1 മിനിറ്റ് കഴിയുന്നോ എന്ന് കരുതി. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന്, നിയമസഭാ കക്ഷിയിൽ നിന്ന് എല്ലാം പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ ശക്തമായി നടപടിയെടുത്തു കഴിഞ്ഞു. രാഹുലിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ എന്തുണ്ടാക്കാനാ പാലക്കാടുകാർ അവരെ ചുമക്കുന്നത്? പാലക്കാട്ടിൽ ഇറങ്ങി വരാൻ, പാലക്കാട്ടിൽ വന്ന് ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ, പാലക്കാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, പാലക്കാട് MLA ഓഫീസിൻ്റെ ചെയറിൽ നെഞ്ചു വിരിച്ചിരിക്കാൻ കഴിയാത്തൊരു MLA വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ഒരു നാടിൻ്റെ മുഖത്തു നോക്കി, ജനങ്ങളുടെ മുഖത്തു നോക്കി കൊഞ്ഞനം കുത്തുകയാണ് സതീശ, കോൺഗ്രസ്സെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെടുത്ത നട്ടലുള്ള തൻ്റെ ഇടത്തോടെയുള്ള തീരുമാനമാണെങ്കിൽ ആ നാട്ടിൽ നിന്നും MLA സ്ഥാനത്തു നിന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിങ്ങൾ പിറകോട്ട് വലിച്ചിടണം. അതിലൊരു സംശയവുമില്ല. നിങ്ങൾ പറയുന്നത് കേട്ട്, നിങ്ങൾ ചെയ്യുമെന്ന് കരുതി, നിങ്ങൾ വിശ്വാസമർപ്പിച്ച് പാലക്കാട് കണ്ട വലിയ ഭൂരിപക്ഷത്തിൽ ഷാഫിക്ക് ശേഷം ഒരു വലിയ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിജയിപ്പിച്ച് രാജസിംഹാസനത്തിലേറ്റി നിയമസഭയിലേക്ക് വിട്ട ഒരു രാഷ്ട്രീയ പ്രതിബദ്ധത പാലക്കാട്ടുകാർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓരോ സ്ഥാനത്ത് നിന്നും പുറത്താക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് പാലക്കാടിൻ്റെ മണ്ഡലത്തിൽ നിന്ന്, പാലക്കാടിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് ഇറക്കി ഓടിക്കുക എന്നുള്ളതായിരുന്നു. അതിനപ്പുറം അത് ചെയ്യാതെ നിങ്ങൾ നടത്തുന്ന ഏതു നടപടിയും ആത്മഹത്യാപരമെന്നല്ലാതെ പറയാൻ സാധിക്കില്ല. വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇനി മറിച്ച് LDFും BJPയും ഒക്കെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ എടുത്തു വലിയ രീതിയിൽ ചർച്ചയാക്കുന്ന രീതിയിൽ നിന്നുകൊടുത്ത ആളാണ് ഈ മാങ്കൂട്ടം. എന്നിട്ട് ആ മാങ്കൂട്ടത്തിലിനെ വീണ്ടും പാലക്കാട്ടുകാർ ചുമക്കട്ടെ. 6 മാസം എന്ന് പറയുന്നത് ജനത്തിനെ കഴുതകളാക്കുന്നതാണ്. ഇതിന് പ്രതികാരം, ഇതിന് മറുപടി കേരള രാഷ്ട്രീയം തന്നിരിക്കും. ചുരുങ്ങിയത് പാലക്കാട്ടെങ്കിലും നിങ്ങൾ വേർക്കുന്ന ഒരു സ്ഥിതി വിദൂരമല്ല എന്ന് കരുതി വെച്ചോളൂ കോൺഗ്രസ്സുകാരെ.